നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? എങ്കിൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പാടില്ലാത്തൊരു കട ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ബിരിയാണിയും പുഴുവും കൂടെ ഒരുമിച്ചുള്ളൊരു മിക്സാണ്. ബാലുശ്ശേരി കോക്കല്ലൂർ ആശുപത്രിക്കടുത്ത് ശ്രീസന്നിധി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടത്. ബാലുശ്ശേരി സ്വദേശി ശൈലജയും കുടുംബവും വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, ബിരിയാണിയിൽ ചിക്കൻ ഇങ്ങനെ തുറന്നു വരുമ്പോൾ പുഴു ഇങ്ങനെ പുറത്ത് ചാടുന്നത് കണ്ടു. പുഴുക്കൾ ഒരുപാടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക റെസിപ്പി വല്ലതും ആയിരുന്നോ ഈ ശ്രീസന്നിധി ഹോട്ടലിലെ പുഴുവും ചിക്കനും ബിരിയാണി? അങ്ങനെ എന്തെങ്കിലും ഒരു റെസിപ്പി കോംബോ ആയിരുന്നു അത്? അരുൺ, അങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സംശയിക്കാവുന്നതാണ്. കാരണം ഈ ചിക്കൻ ബിരിയാണിയിലെ ചിക്കനിൽ മുഴുവൻ പുഴുവാണ്. ഓരോ ചിക്കൻ പീസ് അടർത്തിയെടുക്കുമ്പോഴും പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതായി കാണാം. ചിലപ്പോഴൊക്കെ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു പുഴുവൊക്കെ കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരുപാട് പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അത് നല്ല ജീവനുള്ള നല്ല ഫ്രഷ് പുഴുക്കൾ എന്ന് വേണം പറയാൻ. ഏതായാലും ഈ ഹോട്ടലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഷജിലയും കുടുംബവും. പക്ഷേ അവർ പറയുന്ന ഒരു ആരോപണം, പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല, ആ ഹോട്ടൽ ഇന്നലെയും തുറന്നു പ്രവർത്തിച്ചു എന്നാണ്. മാത്രമല്ല, ഈ കുടുംബം പിന്നീട് ഭക്ഷണത്തിൽ പുഴു കണ്ടതിനെ തുടർന്ന് വീണ്ടും ഈ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ അവിടെ മുഴുവൻ പഴകിയ ഭക്ഷണങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതായാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അത് അങ്ങേയറ്റം ഗൗരവതരം തന്നെയാണ്. മാത്രമല്ല, ഇവരുടെ കുട്ടി ഈ ഭക്ഷണം മുഴുവനായി കഴിച്ചിരുന്നു. ഒരു ബിരിയാണി മുഴുവൻ കഴിച്ചിരുന്നു. പക്ഷേ അതിലെ ചിക്കൻ പീസ് കഴിച്ചില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യത്തിൽ തന്നെയുണ്ട് ഓരോ പീസ് ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോഴും ചിക്കൻ പുഴു ഇങ്ങനെ അരിച്ചരിച്ച് വരുന്നത് നമുക്കതിൽ കൃത്യമായി കാണാനാകും. ഏതായാലും അവരിപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർക്ക് പരാതി കൊടുക്കാനിരിക്കുകയാണ്. മറ്റു നടപടികളൊന്നും ഇല്ലാത്ത പക്ഷമാണ് ഇത്തരത്തിൽ പരാതി നേരിട്ട് കൊടുക്കുന്നതെന്നാണ് ഷജില പറയുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് പറയണ്ട, ബാലുശ്ശേരിയിലെ ശ്രീസന്നിധി ഹോട്ടൽ. അവിടെ പോയാൽ ചിക്കനും കിട്ടും, ചിക്കനകത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുഴുക്കളെയും കിട്ടും. രണ്ടും കൂടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ശ്രീസന്നിധി പോയി കഴിക്കാൻ കിട്ടും. ആ പുഴുക്കളിങ്ങനെ പുറത്തേക്ക് വരുന്ന കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ തോന്നിയത്. ഇങ്ങനെ ഇറങ്ങി വരിക 1, 2, 3